156 പുരുഷന്മാരും 184 സ്ത്രീകളടക്കം 340 ഹാജിമാരാണ് ആദ്യ വിമാനത്തിൽ ജിദ്ദയിലേക്ക് പോകുന്നത്. വിമാനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. കരിപ്പൂരിന് പുറമെ നെടുമ്പാശ്ശേരിയിലും സ്ഥിരം ഹജ്ജ് ക്യാമ്പ് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കരിപ്പൂർ എയർപോർട്ടിലെ അവിടുത്തെ റൺവേ നവീകരണവുമായി ബന്ധപ്പെട്ട് വിമാനങ്ങൾക്ക്, പ്രത്യേകിച്ച് വലിയ വിമാനങ്ങൾക്ക് ചില തടസ്സങ്ങൾ വന്നപ്പോൾ ഹജ്ജ് തീർത്ഥാടകർക്ക് ഒരു വിധത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത്, എല്ലാവിധ സൗകര്യവും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ആ ഉത്തരവാദിത്വം സിയാൽ ഏറ്റെടുത്ത് ഹജ്ജ് കമ്മിറ്റിയുമായിട്ട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടുള്ള സംവിധാനം, അതിന്റെ ആദ്യ ഹജ്ജ് ഫ്ലൈറ്റാണ് ഇന്നിവിടെ ഇപ്പം ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഈ വർഷം 6375 പേരാണ് ഹജ്ജിനായി സംസ്ഥാന സർക്കാർ വഴി പോകുന്നത്. സെപ്റ്റംബർ 17 വരെയാണ് ഹജ്ജ് ക്യാമ്പ്. 19 വിമാന സർവീസുകളാണ് ഉണ്ടാവുക. 7, 8, 9 തീയതികളിൽ 2 സർവീസുകൾ വീതമുണ്ടാകും. പണിമുടക്ക് കാരണം ആദ്യ സംഘത്തിലെ ഹാജിമാർക്ക് അസൗകര്യമുണ്ടാകാതിരിക്കാൻ 500ഓളം ഉദ്യോഗസ്ഥരെ പ്രത്യേകം നിയമിച്ചതായി സിയാൽ അറിയിച്ചു. മീഡിയ 1 കൊച്ചി.